ഇതാ ലുബ്ലിയാന കാസിലില്ലേ, അതിൻ്റെ ഏറ്റവും മുകളിൽ നിന്നുള്ള വ്യൂ ആട്ടോ. നമുക്ക് ഏകദേശം ലുബ്ലിയാന കുറേയൊക്കെ കാണാൻ പറ്റും ഏറ്റവും മുകളിൽ നിന്നാണ്. ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞങ്ങളിന്നിപ്പോൾ ഉള്ളത് യൂറോപ്യൻ കൺട്രി സ്ലോവേനിയയിലാണ്. നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് അടിക്കുക, എന്തെങ്കിലും നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് കമൻറ്റിൽ കൂടെ അറിയിക്കുക, സപ്പോർട്ട് ചെയ്യുക. ഈ സ്ലോവേനിയയുടെ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ലുബ്ലിയാന എന്ന് പറഞ്ഞ സിറ്റിയാണ്. അവിടെ ഒരു കാസിലുണ്ട്. കാസിൽ എന്നൊക്കെ പറഞ്ഞാൽ ഈ കോട്ട എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ഒരു ഇതുണ്ട് ലുബ്ലിയാന കാസിൽ എന്ന് പറഞ്ഞിട്ട്. നമ്മളൊന്ന് പോണത് അവിടേക്കാണ്. അപ്പോൾ ആ കാസിലേക്ക് പോകാനായിട്ട് കുറേ വഴികളുണ്ട് കേട്ടോ. നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഒരു കുന്നിൻ്റെ മുകളിലാണ് ആ കാസിലുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഇങ്ങനെ നടന്ന് കയറാൻ പറ്റുന്ന കുറേ വഴികളുണ്ട്. പിന്നെ കാറ് പോണ വഴികളുണ്ട്. പിന്നെ നമുക്ക് ലിഫ്റ്റുള്ള സെറ്റപ്പുകളുണ്ട്. അങ്ങനെ കുറേ വഴികളുണ്ട് കേട്ടോ കയറി നമുക്ക് പോകാനായിട്ട്. അപ്പോൾ നമ്മളിന്ന് പോണത് ഈ നടന്ന് കയറുന്ന ഒരു വഴിയാട്ടോ. ഒരു ചെറിയ വഴിയാണ്, നമുക്ക് നടക്കാൻ മാത്രം പറ്റുള്ളൂ. അതിൽ കൂടെ ഇങ്ങനെ വളഞ്ഞും ഇതൊക്കെ ആയിട്ട് അങ്ങനെയുള്ള വഴിയാട്ടത്. നല്ല രസമാണ് കേട്ടോ, നടന്നു പോകാനാണ് അടിപൊളി. പിന്നെ ഇതിൻ്റെ ചുറ്റും മരങ്ങളായതുകൊണ്ട് നമ്മ ഇങ്ങനെ വയ്യാണ്ടാവുന്നില്ല കേട്ടോ. നടന്ന് നല്ലൊരു തണുത്തൊരു ക്ലൈമറ്റാണ് അതിൻ്റെ ഉള്ളിൽ. നമ്മങ്ങനെ പെട്ടെന്ന് വയ്യാണ്ടാവുന്നില്ല. പിന്നെ കുറേ ആൾക്കാർ, ഒട്ടുമിക്ക ആൾക്കാർ നടന്നാട്ടോ വരണേ. പിന്നെ കുറേ ആൾക്കാരൊക്കെ ലിഫ്റ്റിൽ പോകുന്നവരുണ്ട്. നടക്കാൻ അടിപൊളിയാട്ടോ. പിന്നെ നടന്ന ടയേർഡാവണമെങ്കിൽ ഇരിക്കാനൊക്കെ ആയിട്ട് വഴികളിലൊക്കെ ഈ ബെഞ്ച് പോലെ അടിച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇരുന്ന് റെസ്റ്റൊക്കെ ചെയ്തിട്ട് നമുക്ക് പോകാനുള്ള ഒരു അറേഞ്ച്മെൻ്റൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ നല്ലൊരു ഇതാട്ടോ, മുകളിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ അടിപൊളിയാട്ടോ. കിടിലൻ വ്യൂ ആയിട്ട് നമുക്ക് തോന്നും. പകുതി എത്തിയിട്ടുള്ളൂ, ഇനിയും കുറേ കയറാനുണ്ട്. കുറേ നല്ല കുറച്ച് കയറാനുണ്ട്, പക്ഷെ നല്ല രസമാട്ടോ നടന്നു പോകാനായിട്ട്. പിന്നെ ഈ വഴികളൊക്കെ അവർ അത്യാവശ്യം അടിപൊളിയായിട്ട് അറേഞ്ച് ചെയ്തതാണ്. നമ്മങ്ങനെ സ്ലിപ്പായി വീഴണമെന്നൊന്നും ഒരു ഇത് വേണ്ട. അടിപൊളിയായിട്ട് അവർ ഗ്രിപ്പിന് വേണ്ടി ചിലയിടത്തൊക്കെ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ചില വഴികളിലൊക്കെ ഈ മെറ്റലൊക്കെ ഇട്ടിട്ട് നമുക്ക് ഗ്രിപ്പിന് വേണ്ടി അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് അവർ. പിന്നെ നമുക്ക് കയറി പോയിട്ട് നമ്മൾ കൈവരി എന്നൊക്കെ പറയില്ലേ, പിടിച്ച് കയറാനായിട്ട്, അതൊക്കെ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ചില വഴികളുള്ളൂ കേട്ടോ അത്. എല്ലാ വഴികളിലില്ല, ചില സ്ഥലത്ത് മാത്രമേ ഉള്ളൂ ആ ഒരു കൈവരി വെച്ചത്. ഈ വഴിയിലൊന്നുമില്ല കണ്ടാ. ഇവിടേക്കാണ് കേട്ടോ ആ സാധനം. അതെനിക്ക് തോന്നണേ വളവൊക്കെ ആയതുകൊണ്ടാണ് തോന്നണേ. പിന്നെ ഇത്തിരി കുന്ന് പോലുള്ള ഒരു റോഡാണിത്, അതുകൊണ്ടായിരിക്കും അതൊക്കെ വെച്ചാണ്. പിന്നെ കുറേ വഴികളുണ്ട് നമുക്ക് പോകാനൊക്കെ ആയിട്ട്. ഞാൻ പറഞ്ഞ സ്ലോവേനിയയിൽ തന്നെ കുറേ കാസിലുകളുണ്ട്. കുറേ സ്ഥലങ്ങളിൽ നമുക്ക് കാസിലുകൾ കാണാൻ പറ്റും കേട്ടോ. അതിലൊരു കാസിലാണ് ഈ ലുബ്ലിയാന കാസിൽ എന്ന് പറയുന്നത് കേട്ടോ. നമുക്ക് ബ്ലഡിൽ കുറേ കാസിലുകൾ കാണാം. പിന്നെ അങ്ങനെ കുറേ സ്ഥലങ്ങളിലുണ്ട്. അപ്പോൾ ഈ ലുബ്ലിയാന കാസിലാണ് നമ്മൾ ഇന്ന് പോകാൻ പോണത് കേട്ടോ. നമ്മളിപ്പോൾ ഏകദേശം കാസിലിൻ്റെ അടുത്ത് എത്താറായിട്ടാ. ഇവിടുന്ന് ഒരു കിടിലൻ വ്യൂ ഉണ്ട് കേട്ടോ. ഈ താഴേക്ക് ഒരു കിടിലൻ വ്യൂ ഉണ്ട് കേട്ടോ. നമ്മൾ ഏകദേശം അതിൻ്റെ അടുത്ത് എത്താറായിട്ടുണ്ട്. അവിടെ നിന്നൊരു വ്യൂ, ഇലകളൊന്നും കാണാൻ പറ്റില്ല. ഞാൻ പറഞ്ഞില്ല ലിഫ്റ്റ്, അതാട്ടാ ആ ഒരു കമ്പിയും കൂടെയാണ് ലിഫ്റ്റ് വരണേ. പിന്നെ ഇത് അടുത്തൊരു വഴി സ്റ്റെപ്പ് പോലെ അവർ സെറ്റ് ചെയ്തതാണ്. ഈ നമ്മളിപ്പോൾ ഏകദേശം കാസിലിൻ്റെ അടുത്ത് എത്തിയിട്ടാ. നമുക്കിപ്പോൾ ഇവിടെ നിന്ന് നോക്കി കഴിഞ്ഞാൽ കാസിൽ കാണാൻ പറ്റും കേട്ടോ. ഇവർ പിന്നെ ഈ സ്റ്റെപ്പ് അറേഞ്ച് ചെയ്ത് വെച്ചാൽ അടിപൊളിയായിട്ടാ. നല്ല രസമുണ്ട്. ഇത് കണ്ട, ഇതാണ് കാസിൽ കേട്ടോ. നമുക്ക് ഇവിടെ നോക്കി കാണാത് ഏകദേശം നമ്മുടെ അടുത്ത് എത്തിയതിൻ്റെ. പിന്നെ ഈ കാസിൽ ശരിക്കും കാണാൻ ഭംഗിയുള്ളത് വൈകുന്നേരം കേട്ടോ. വൈകുന്നേരം നമുക്ക് ഈ നൈറ്റിൽ അവർ ഈ ലൈറ്റൊക്കെ പ്രൊജക്റ്റ് ചെയ്തിട്ട് കാസിലുമേക്ക് വയ്ക്കും. അപ്പോൾ നല്ല ഭംഗിയായിട്ട് കാണാനായിട്ട്, പല കളറിലുള്ള ലൈറ്റൊക്കെ വെച്ചിട്ട് കിടിലൻ വ്യൂ ആട്ടോ നൈറ്റ് കാണാനായിട്ട്. നമ്മളിപ്പോൾ ആ കാസിൻ്റെ മുകളിലെത്തിയിട്ടാ. ഇനിയിപ്പോൾ അതിൻ്റെ ഉള്ളിൽ കയറാൻ ഞാൻ പറഞ്ഞില്ലേ ലൈറ്റ് ഇതുമേക്ക് പ്രൊജക്റ്റ് ചെയ്തിട്ടാ. വൈകുന്നേരം ആകുമ്പോൾ നല്ല വ്യൂ ആട്ടോ കാണാനായിട്ട്. വൈകിട്ട് അതിൽ പല കളർ ലൈറ്റൊക്കെ വെച്ചിട്ട് നല്ല ഇതാണ്. പിന്നെ ഇതാട്ടാ ആ ഒരു മുകളിൽ നിന്നുള്ള വ്യൂ ആട്ടാ. കാസിലിൻ്റെ ആ ഒരു മുകളിൽ നമുക്കിനി അതിൻ്റെ ഉള്ളിൽ കയറാണ്ട് കേട്ടോ. ഇതാണ് ആ ഒരു ബ്രിഡ്ജ് ക്രോസ് ചെയ്തിട്ട് വേണം. ഞാൻ പറഞ്ഞില്ലേ കാറുകൾ വരെയുള്ള വഴിയൊക്കെ ഉണ്ടെന്ന്, അതാട്ടാ വഴിയാണ്. കാറുകളൊക്കെ വന്ന് പാർക്ക് ചെയ്തിട്ട് എന്താണത്. നമുക്ക് ആ ബ്രിഡ്ജ് ക്രോസ് ചെയ്താലാണ് ആ കാസിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റുള്ളൂ. ആ ഒരു ബ്രിഡ്ജ് കണ്ട ഇവിടെ നിന്ന് കാണുന്നത് കണ്ട. ഇതാട്ടാ മൊത്തത്തിൽ ആ കാസിൻ്റെ ഒരു ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മൾ ഈ ക്രിസ്മസിനൊക്കെ പുൽക്കൂട്ടിൽ കൊട്ടാരം കാണില്ലേ, അതേമാതിരി ആട്ടാ ആ ഒരു കാസിൻ്റെ ഒരു ലുക്ക് കേട്ടോ. പിന്നെ നമുക്കിവിടെ നോക്കിയാൽ താഴേക്ക് നോക്കിയാൽ ഒരു അടിപൊളി വ്യൂ കേട്ടോ, രസമുണ്ട്. പിന്നെ അതെ നമ്മൾ കാസിൻ്റെ ഉള്ളിൽ കയറാൻ പോവാണ്. അപ്പോൾ കണ്ടു, ഇതാണ് അതിൻ്റെ എൻട്രൻസ്.
ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ ഈ റൈറ്റ് സൈഡിൽ നമുക്കൊരു ഇത് കാണാൻ പറ്റും കേട്ടോ, ഒരു റൂം. അവിടെ ഈ വൈനൊക്കെ വെച്ചിട്ടാ 2 സെക്ഷനായിട്ട് കണ്ട കുറേ വർഷങ്ങൾ പഴക്കമുള്ള വൈനാട്ടോ അതൊക്കെ. ലൈറ്റൊക്കെ വെച്ചിട്ട് അറേഞ്ച് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ വിൽക്കാനുള്ളതാണെന്ന് അറിയില്ല. അവിടെ എന്താ എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ, ADയിലുള്ള ഒരു വൈനുകളൊക്കെയാണ് തോന്നണേ. അവിടെ എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട് എന്തോ. പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ, ലൈറ്റൊക്കെ വെച്ചിട്ട് അവർ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ വിൽക്കാനാണോന്ന് അറിയില്ല. അപ്പോൾ അതാണ് കയറും. പിന്നെ നമുക്ക് കയറുമ്പോൾ കാണാൻ പറ്റുന്നതാട്ടത് എന്താണെന്ന് എനിക്കറിയില്ല. അവരെ ലാംഗ്വേജാണ് എഴുതി വെച്ചാണ്. പിന്നെ ഇംഗ്ലീഷിൽ എഴുതുന്നത്, ഞാൻ പിന്നെ അത് വായിക്കാൻ നിന്നില്ല, അത് സ്കിപ്പ് ചെയ്ത് പോന്നു. അവിടെ എന്തൊക്കെയോ കെട്ടിയിട്ട് അവരെന്തൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ, ഒന്നും മനസ്സിലാവുള്ള. പിന്നെ ഈ കയറുമ്പോഴുള്ളൊരു മൊത്തത്തിൽ സെൻറ്ററിൽ കുറച്ച് സ്പേസ് ഉണ്ട്. അതിൻ്റെ ചുറ്റാട്ടാ ഈ കാസിൽ ഓരോ സാധനങ്ങളൊക്കെ വെച്ചാണത്. പിന്നെ കണ്ട അതിൻ്റെ മുകളിൽ കയറിയില്ലാട്ടോ, ഞാൻ മറ്റേ ഏറ്റവും ടോപ്പിലുള്ള വ്യൂ ആട്ടത്. അതിൻ്റെ മുകളിൽ കയറിയാൽ നമുക്കത് ശരിക്കും കാണാൻ പറ്റും, അതിൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂ അടിതാരാട്ടാ. പിന്നെ ഇവിടെയൊക്കെ കുറേ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. മറ്റേ ഈ ഓരോ വേഷങ്ങളൊക്കെ ഇട്ടിട്ട് അവർ ഉണ്ടാക്കി വെച്ചെന്നാട്ടോ അതൊക്കെ. നല്ല രസമുണ്ട് കാണാനായിട്ട്. പിന്നെ ഈ മറ്റേ ഇതിന് പറയാം കുന്ത, ആ സാധനങ്ങളൊക്കെ അവരോരോ ആയുധങ്ങളൊക്കെ ആട്ടാ. ഇത് ഫുള്ളും അമ്പ് അങ്ങനത്തെ ഓരോ ആയുധങ്ങളൊക്കെ ആട്ടാ. പിന്നെ ഇതിൻ്റെ താഴേക്കണ്ട വലിയൊരു കുഴി പോലെ ആട്ടാ. പിന്നെ കണ്ട ഇതൊക്കെ എന്താണെന്ന് വെച്ചാൽ എനിക്ക് അറിയില്ല കേട്ടോ. ഇതൊക്കെ അവിടെയുള്ളൊരു സാധനങ്ങളാണ്. അവിടെ ഒരു ഹോളുണ്ട്, ആ ഹോളിൽ കൂടെ ഇനി വെടിവെച്ചിടാനാണോന്ന് അറിയില്ല. അങ്ങനെ കുറേ എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട് എന്താണ്ടൊക്കെ. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ പണ്ടത്തെ കുറേ ഫോട്ടോസുകളൊക്കെ വെച്ചിട്ടുണ്ട്. ഈ പണ്ട് കാലത്തെ ആ ഒരു ക്യാസറ്റിൻ്റെ ഉള്ളിലുള്ളൊരു പണ്ട് കാലത്തെ ക്യാസറ്റിൻ്റെ ഫോട്ടോസും പിന്നെ അതിൻ്റെ കുറേ ഉൾഭാഗത്തെ ഫോട്ടോസും അതിൻ്റെ കുറേ ഹിസ്റ്ററി ഒക്കെ ആട്ടോ അവിടെ ഉള്ളത്. പിന്നെ അത് പണിത ഓരോ ടൈപ്പ് അതൊക്കെ പറഞ്ഞിട്ടുള്ളൊരു ഇതാട്ടോ അതൊക്കെ ഫുള്ളും ആ ഒരു ഇത് പറയുന്നതാണ്. പിന്നെ അവിടെ ഒരു ഇതുണ്ട് കേട്ടോ, ഈ പീരങ്കി പോലത്തെ ഒരു സാധനം കേട്ടോ, നല്ല രസമുണ്ട് അത് കാണാനായിട്ട്. പിന്നെ അവിടെ ഒരു മൊത്തം നമുക്ക് കൺഫ്യൂഷൻ അവിടെ എൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ മൊത്തം ആകെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓരോ വഴികളുണ്ട് കേട്ടോ. പിന്നെ ഒരു ഹോളുണ്ട് കേട്ടോ അവിടെ കണ്ട ഓരോ ഇതൊക്കെ. പിന്നെ അവിടുത്തെ ഓരോ ഇതും കാര്യങ്ങളൊക്കെ കേട്ടോ, അവിടുത്തെ ഫില്ലറുകൾ. പിന്നെ നമുക്ക് നടക്കാനൊക്കെയുള്ള ഭാഗം അവരിപ്പോഴത്തെ ഒരു ഇതിൽ അറേഞ്ച് ചെയ്തിട്ട് ബാക്കിയുള്ളതൊക്കെ അങ്ങനെ തന്നെ വെച്ചേക്കാം കേട്ടോ. സൈഡിലൊക്കെ കണ്ട ഫുള്ള് കല്ലുകളൊക്കെ വെച്ചിട്ട് അങ്ങനത്തെ ഒരു ഇതാട്ടാ. ഇത് പണ്ടത്തെ ഓരോ ഫോട്ടോസുകളൊക്കെ ആട്ടോ, അവിടുത്തെ കാസിലൊക്കെ ഓരോ ഫോട്ടോസുകളൊക്കെയാണിത്. അവരുടെ ഓരോ ഹിസ്റ്ററിയും ഇതൊക്കെ ആട്ടോ മൊത്തം. അത് എന്തിട്ടൊക്കെയാണ് ഞാൻ നോക്കിയില്ല, കുറേ ഉണ്ട് അവിടെ കാണാനായിട്ട് ഫോട്ടോസുകൾ. അവരുടെ പണ്ടത്തെ രാജാക്കന്മാർ അങ്ങനത്തെ സെറ്റപ്പുകളൊക്കെ ആയിരിക്കും തോന്നണ്. ഉണ്ട് അവരുടെ കുറേ ഫോട്ടോസുകളൊക്കെയാണ്. പിന്നെ ആ കാസിലിൻ്റെ മൊത്തത്തിലുള്ളൊരു മാപ്പാട്ടത്. ഒരു മാപ്പിൽ എവിടേക്ക് എന്തൊക്കെയാണെന്നുള്ളത് നമുക്കൊരു ഇതാക്കി തരുന്നൊരു മാപ്പാട്ടത്. അതാട്ടാ കാസിലിൻ്റെ ഫുള്ള്. ഇത് പിന്നെ ഗ്യാസിൻ്റെ ഉൾഭാഗം കേട്ടാ. ഓരോ സ്ഥലത്ത് അവർ ഓരോ നമ്പർ വെച്ചിട്ടുണ്ടാവും, 1 2 3 4 അതാട്ടാ മാപ്പിൽ കാണിക്കണേ കണ്ട. അത് നമുക്ക് പോയി കഴിഞ്ഞാൽ ഓരോ സ്ഥലങ്ങളിൽ കാണാൻ പറ്റും. പിന്നെ ഇവിടെ ഒരു ഡ്രാഗൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ മൊത്തം നമുക്ക് കൺഫ്യൂഷൻ ആവും കേട്ടോ. നമ്മപ്പോൾ മോളിൽ എവിടേക്ക് കറങ്ങി തിരിഞ്ഞ് എത്തിയാലും ഒരു വഴിക്ക് തന്നെ വരാം അവസാനം കണ്ട. ഇതൊക്കെ കണ്ട അവിടെയൊക്കെ പണിത് വെച്ചാണ് ഓരോ ഇതൊക്കെ കേട്ടോ. അടിപൊളിയായിട്ട് പണിതുണ്ട് കേട്ടോ. മരങ്ങളൊക്കെ വെച്ചിട്ട് ലൈറ്റൊക്കെ വെച്ച് അടിപൊളിയാക്കി നല്ല രസം കേട്ടോ കാണാനായിട്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ആ ഒരു ഏറ്റവും ടോപ്പിൽ നിന്നുള്ള വ്യൂ ആട്ടത്, അടിപൊളി വ്യൂ ആട്ടോ. നല്ല രസമുണ്ട് കാണാനൊക്കെ കിട്ടും. നമുക്ക് ഏകദേശം ലുബ്ലിയാനൊക്കെ ഏകദേശം നമുക്ക് കുറേ കാണാൻ പറ്റും കേട്ടോ. അത്യാവശ്യം നല്ല മഴയുണ്ട്, എന്നാലും നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. കണ്ട ഇതാ ഗ്യാസിൻ്റെ ക്ലോക്ക് ടവർ. ഇതിൻ്റെ ചില സ്ഥലങ്ങളിൽ നമുക്ക് ഇങ്ങനത്തെ ഓരോ ഹോളുകൾ കാണാൻ പറ്റും കേട്ടോ. ഒട്ടുമിക്ക സ്ഥലത്ത് എല്ലായിടത്തും കാണാൻ പറ്റും ഇങ്ങനത്തെ ഓരോ ഹോളുകൾ. ഒക്കെ ബാക്കിയുള്ളവർ നിരീക്ഷിക്കാനാണെന്ന് അറിയില്ല. ഞാൻ നേരത്തെ സൂം ചെയ്തതാട്ടോ, സൂം ചെയ്ത് കാണിച്ചതാണ് അതങ്ങനെ. ഇത് പിന്നെ നമ്മൾ കയറി നിന്നിട്ട് ഒരു സ്റ്റെയർ ഇറങ്ങുമ്പോൾ ഒരു താഴെ ഒരു കാണാൻ പറ്റുന്നൊരു ഇതാട്ടോ. അത് എന്തിട്ട് സെറ്റപ്പ് ഒന്നും എനിക്കറിയില്ല, എന്തൊക്കെയോ ഒരു ഇതിൻ്റെ പ്രതീകമായിട്ട് അവർ പണിത് വെച്ചതാണ്. അയാൾ ആ സാധനം ഇറക്കുമ്പോഴാണ് ആ സൗണ്ട് കേൾക്കണത് കേട്ടോ.
അങ്ങനെ എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അത് വായിച്ചില്ല. അങ്ങനെ പിന്നെ ഇതവിടുത്തെ ഓരോ കാസലിൻ്റെ മൊത്തത്തിലുള്ളൊരു ഇതാട്ടോ, അതിൻ്റെ ഈ സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ. പിന്നെ അവിടുത്തെ ഒരു മാപ്പുണ്ട്, ലുബ്ലിയാനയുടെ ഒരു മാപ്പ് വെച്ചിട്ടുണ്ട്. പിന്നെ കുറേ ന്യൂസ് പേപ്പർ കട്ടിങ്സും പിന്നെ ഓരോരുത്തർ കുറേ ആൾക്കാരെ സിഗ്നേച്ചറൊക്കെ ഉണ്ട്. അതെന്തിട്ടാണെന്നൊന്നും എനിക്കറിയില്ല, ഞാൻ പിന്നെ അതൊന്നും വായിക്കാൻ നിന്നില്ല. പിന്നെ ആകെ വായിച്ചൊരു സാധനം ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ, നമ്മുടെ ഈ ബോണൊക്കെ വെച്ചിട്ടുള്ള ബട്ടൺസുകൾ, നമ്മുടെ യെല്ലോ ഒക്കെ വെച്ചിട്ട് ഉണ്ടാക്കിയാണ് ബട്ടൺസുകൾ കേട്ടോ അതൊക്കെ. പിന്നെ പിന്നെ അവിടുത്തെ കുറേ പണ്ടത്തെ കുറേ പട്ടാളക്കാരും അവിടുത്തെ കുറേ ആൾക്കാരൊക്കെ ഫോട്ടോസുകളൊക്കെ കേട്ടോ, ഗ്രൂപ്പ് ഫോട്ടോസുകൾ, അങ്ങനത്തെ കുറേ ബാൻഡ് ഗ്രൂപ്പുകൾ, അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ കേട്ടോ. പണ്ടത്തെ കുറേ ഫോട്ടോസുകളൊക്കെ കേട്ടോ കാസലിൻ്റെയും ലുബ്ലിയാനയുടെയൊക്കെ. പിന്നെ ഈ നമുക്ക് നടക്കാനുള്ള വഴി മാത്രമേ അവർ അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്, ബാക്കിയൊക്കെ അവരൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. ആ ഒരു ഡോറിൻ്റെ ഉള്ളിൽ ഒരു സാധനം പ്ലേ ചെയ്യാൻ കേട്ടോ, എന്തിനാന്ന് എനിക്കറിയില്ല. കുറേ ടൂറിസ്റ്റുകൾ കാസിൽ കാണാൻ വന്നിട്ടുണ്ട് കേട്ടോ, കുറേ ആൾക്കാരെ നമുക്ക് കാണാൻ പറ്റും വരുമ്പോൾ. പിന്നെ അങ്ങനെ മൊത്തം കുറേ വഴികളൊക്കെ കേട്ടോ, നമുക്ക് ആകെ കൺഫ്യൂഷനാണ് എവിടേക്ക് പോകണം, എങ്ങനെയൊക്കെ നടന്ന് എവിടെയെങ്കിലൊക്കെ എത്തുക, അവസാനം പുറത്തേക്ക് തന്നെ എത്തുള്ളൂ കേട്ടോ. ഏത് വഴി പോയാലും കുറേ വഴികളുണ്ട്, ഇത് ചുറ്റും വഴികളാണ്. പിന്നെ നമുക്ക് നടക്കാനുള്ള വഴികളൊക്കെ അവർ അടിപൊളിയായിട്ട് ഉണ്ടാക്കിയിട്ടാണ് കേട്ടോ, ബാക്കിയുള്ള ഒന്നും അവർ ചെയ്തിട്ടില്ല, പഴയ ഇത് തന്നെ കേട്ടോ ഒക്കെ തന്നെ. പിന്നെ ഇത് കണ്ട ഓരോ ഡോറുകളൊക്കെ വെച്ചിട്ടുണ്ട്, അത് ക്ലോസ് ആട്ടോ. അങ്ങനെ കുറേ വഴികളുണ്ട്. പിന്നെ പണ്ടത്തെ ഓരോ ഡോറുകളുടെ ഒരു ഇതൊക്കെ ആട്ടോ അവർ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ കണ്ട അതിൽ കൂടെ നമുക്കൊരു വ്യൂ ഉണ്ട് കണ്ട, ഇത് ഡോറുകളൊക്കെ ആട്ടോ പണ്ട് യൂസ് ചെയ്ത ഈ കാസലിൻ്റെ ഡോറുകളൊക്കെയാണെന്ന് തോന്നണം എനിക്ക്. കണ്ട മൊത്തം മരവും ഈ കമ്പികളൊക്കെ വെച്ച് ഉണ്ടാക്കിയതാണ്, നല്ല ബലാട്ടോ, നല്ല വെയിറ്റ് ഉണ്ടെന്ന് തോന്നണം, അനക്കാനൊന്നും പറ്റില്ല അങ്ങോട്ടും ഇങ്ങോട്ടും. കണ്ട ഫുള്ള് ആ ഒരു ഇതാട്ടോ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ കാസലിൻ്റെ ഉള്ളിൽ ഒരു ചർച്ച് ഉണ്ടെന്ന്, ആ ഒരു ചർച്ചായിട്ട് നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. മുകളിൽ ഫുള്ള് പല പെയിൻ്റൊക്കെ അടിച്ചിട്ട് ഓരോ ഡിസൈനൊക്കെ ഉണ്ട്, അപ്പോൾ അതാണ് ആ ചർച്ച്. പിന്നെ ഇത് കണ്ട അതൊക്കെ ഓരോ സൈഡുകളാട്ടോ കാസലിൻ്റെയൊക്കെ, ഒന്നും ചെയ്തിട്ടില്ല, ഒക്കെ ആ ഒരു പഴയൊരു ഇതിൽ നിൽക്കുന്നതാട്ടോ. നമുക്ക് നടക്കാനുള്ള വഴി മാത്രമേ അവർ അടിപൊളിയാക്കി വെച്ചിട്ടുള്ളൂ. കണ്ട ഇതാണ് ക്ലോക്ക് ടവർ കേട്ടോ, അതിൻ്റെ മുകളിൽ നമുക്ക് കയറാൻ പറ്റും. പിന്നെ പിന്നെ നമുക്കുണ്ടല്ല ഈ പബ്ലിക് ഹോളിഡേയ്സിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫ്രീ ആയിട്ട് എൻ്റർ ചെയ്യാം അതിൻ്റെ ഉള്ളിലേക്ക്. അല്ലാത്ത ദിവസം എത്രയോ 12 യൂറോ സംതിങ് ആയിട്ട് കൊടുക്കണം എന്നാണ്. ഇത് കണ്ട നമ്മുടെ അവിടുത്തെ നേർച്ചപ്പെട്ടി മാതിരി അവിടെ ഒരു ഇതുണ്ട് കേട്ടോ, ഒരു കുഴിയുണ്ട്, ആ കുഴിയിൽ ആൾക്കാർ പൈസ ഇടാൻ നടക്കും, കുറേ പൈസ ഇറക്കുന്നുണ്ട് നോട്ടും ചില്ലറയൊക്കെ ആയിട്ട്. പിന്നെ ഇത് കണ്ട ഇതാണ് ഞാൻ പറഞ്ഞ ക്ലോക്ക് ടവറിൻ്റെ ഉള്ളിലേക്കുള്ളൊരു ആ വഴി കണ്ട, സ്റ്റെപ്പ് കയറി പോണത് ആ ക്ലോക്ക് ടവറിൻ്റെ മുകളിലേക്ക് കേട്ടോ. നമ്മ പൈസ അടച്ചു കഴിഞ്ഞാൽ കയറാൻ പറ്റുമെന്ന് തോന്നണം, ഞാൻ പിന്നെ അങ്ങോട്ട് പോയില്ല. ഇത് കണ്ടേ ഇതൊക്കെ കുറേ ഫോട്ടോസുകളൊക്കെ ആട്ടത്, ഇത് ഫുള്ളും ഫോട്ടോസുകളാട്ടോ, എന്തൊക്കെയോ വെച്ചിട്ടുണ്ട്, പഴയ കുറേ ഹിസ്റ്ററികളാട്ടോ. ഞാനൊന്നും വായിക്കാൻ നിന്നില്ല. പിന്നെ ഞാൻ വന്നത് പബ്ലിക് ഹോളിഡേക്ക് ആട്ടോ, അതുകൊണ്ട് ഞാൻ പൈസ കൊടുക്കാണ്ടാണ് കയറിയത്. ബാക്കിയുള്ള ദിവസം എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, പൈസ കൊടുക്കണോ എന്നറിയില്ല. പക്ഷെ കുറേ കാണാനുണ്ട് അതിൻ്റെ ഉള്ളിലൊക്കെ കുറേ പണ്ടത്തെ കുറേ കാര്യങ്ങളും അവരെ കുറേ ഇതൊക്കെയാണ്, ഫുള്ള് ഹിസ്റ്ററി തന്നെ. പിന്നെ ഇത് കണ്ടു ഒരു ഗുഹ പോലത്തെ ആട്ടാ, അവിടെ ഒരു മിറർ വെച്ചിട്ടുണ്ട് കേട്ടോ, ആ മിററിൽ കൂടെ താഴേക്ക് കാണാനാണ് നമുക്ക്. നിങ്ങൾക്ക് കാണാൻ പറ്റണമെന്ന് എനിക്കറിയില്ല, ഒരു കുഴി പോലെയാണ് അതിൻ്റെ ഉള്ളിൽ. ഇത് പിന്നെ അവിടുത്തെ ഒരു റൂമാട്ടോ, ഒന്നും ചെയ്തിട്ടില്ല, ഒക്കെ അതേമാതിരി തന്നെ വെളിച്ചം കിടക്കാനായിട്ട് ഒരു ഗ്ലാസ്സൊക്കെ ഇട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അവിടെ ഒരു കുഴിയുണ്ട്, ഇതൊക്കെ എന്താണെന്നറിയില്ല, ഇവിടെ ഒന്ന് എഴുതി വെച്ചുള്ള കേട്ടോ. പിന്നെ ഒക്കെ പഴയൊരു ഇതിൽ തന്നെ അവരിപ്പോഴും ഇത് ചെയ്താണ്, അവരൊന്നും ചെയ്തിട്ടില്ല. പിന്നെ ഇതൊക്കെ അവിടുത്തെ എന്തോ റൂമുകളൊക്കെ ആട്ടാ, കുറേ ഉണ്ട് ഇത് കാണാനായിട്ട്. കണ്ടിങ്ങനെ കുറേ വഴികളുണ്ട്, നമുക്ക് മൊത്തത്തിൽ കൺഫ്യൂഷൻ ആവും എവിടേക്ക് പോകണ്ടേ എന്തിട്ട് ചെയ്യണ്ടേന്ന് കൺഫ്യൂഷൻ. പിന്നെ മൊത്തം കറങ്ങാം, കുറേ കാണാനുണ്ട് അതിൻ്റെ ഉള്ളിൽ, ഫുള്ള് കറങ്ങി ഫുള്ളും കാണാൻ തന്നെ. പിന്നെ ഈ ടൂറിസ്റ്റുകൾക്ക് അവരൊരു ഈ വാക്കി ടോക്കി പോലത്തെ ഒരു സംഭവം ഉണ്ട്, അപ്പോൾ അവിടെ നമ്പറുകൾ കണ്ടില്ലേ, ആ നമ്പറുമ്പോൾ ഞെക്കി കഴിഞ്ഞാൽ ഇപ്പോൾ 2 അവിടെ എഴുതിയിട്ടുണ്ടെങ്കിൽ 2 ഞെക്കുക, അതിൻ്റെ ഹിസ്റ്റോറിക്കൽ കാര്യങ്ങളൊക്കെ നമുക്ക് അതിൽ കൂടെ കേൾക്കാൻ പറ്റും ഇംഗ്ലീഷിൽ. അപ്പോൾ അങ്ങനെ കേട്ടോ ടൂറിസ്റ്റുകൾക്ക് ഇനി പൈസ കൊടുത്താൽ സാധനം കിട്ടുമെന്ന് എനിക്കറിയില്ല. കണ്ട പിന്നെ അവിടുത്തെ ഒരു ജയിലാണത്, പ്രിസൺ സെല്ല് കണ്ട, പണ്ടത്തെ ഒരു കാസിൻ്റെ ഉള്ളിൽ ജയിലാട്ടത്, അതിൻ്റെ കമ്പികളൊക്കെ ഉണ്ട് കണ്ട. അവിടെ 3 കണ്ട, ആ 3 ഞെക്കിയാൽ നമുക്ക് അവിടുത്തെ എന്തൊരു കാര്യങ്ങളൊക്കെ നമുക്ക് കറക്റ്റായിട്ട് ഡീറ്റെയിലായിട്ട് അറിയാൻ പറ്റും. അതൊക്കെ ആ ഒരു ക്ലോക്ക് ടവർ കണ്ട, ആ ഫ്ലാഗൊക്കെ വെച്ചത് നമുക്കതിൻ്റെ മുകളിലേക്ക് കയറാൻ പറ്റും കേട്ടോ. നമുക്കതിൻ്റെ മുകളിൽ കയറി ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും.
ഞാൻ പിന്നെ എടുത്തില്ല, ഞാൻ കയറിയില്ല അതിന് മുകളിലേക്ക്, മഴ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ്. അപ്പം ഇതാട്ടോ മൊത്തത്തിൽ ഈ ക്യാസിൻ്റെ ഒരു വ്യൂ എന്ന് പറഞ്ഞാൽ. ഇനിയും കുറേ കാണാനുണ്ട്, അങ്ങനെ കുറേ ഉണ്ട് കേട്ടോ ക്യാസിൻ്റെ ഉള്ളിൽ കാണാനായിട്ട്. എനിക്കാകെ കുറച്ച് വീഡിയോസ് എടുക്കാൻ പറ്റുള്ളൂ, ഇനിയും കുറേ കാണാനൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ക്യാസിൻ്റെ പുറത്തേക്ക് ഇറങ്ങാണ്. കുറേ ആൾക്കാർ വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ക്യാസിൽ അത്യാവശ്യം ഒരു അടിപൊളി ക്യാസിലാണിത്. പിന്നെ കുറേ വെഡ്ഡിങ് ഫോട്ടോഷൂട്ടൊക്കെ കാണാൻ പറ്റും ഇവിടെ വന്നു കഴിഞ്ഞാൽ. കുറേ അടിപൊളി കുറേ കാണാൻ പറ്റും. പിന്നെ ആ ഒരു താഴൊരു ഇത് കണ്ട അവിടെ ആട്ടാ ഈ കൗണ്ടർ, നമ്മൾ എൻ്റർ ചെയ്യാനുള്ള ഫീസൊക്കെ അടയ്ക്കേണ്ട ഒരു കൗണ്ടർ അതാണ്. പിന്നെ ക്യാസിൻ്റെ പുറത്തേക്ക് ഇറങ്ങിയ നമുക്ക് കുറേ ഇരിക്കാനൊക്കെ ആയിട്ട് കുറേ സ്ഥലങ്ങളുണ്ട്. അവിടെ വെച്ചാണ് ഒരു പ്രതിമയായിട്ടത്. എന്താണെന്നറിയില്ല, അവരുടെ ലാംഗ്വേജിൽ എഴുതി വെച്ചാണ്, വർഷമൊക്കെ എഴുതി വെച്ചാണ് കേട്ടോ. കണ്ടാൽ നമുക്ക് അവിടേക്ക് ഇരിക്കാനൊക്കെ പറ്റും. നല്ല കാറ്റാട്ടോ, നല്ലൊരു തണുത്തൊരു അന്തരീക്ഷമാണ്. പിന്നെ അതേ നമ്മൾ കയറിയ പോലെ തന്നെ ഇറങ്ങണമല്ലോ, അപ്പോൾ നമ്മൾ പോവാണ്. അപ്പോൾ ഇതാണ് വഴി, ഇറങ്ങാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ, ബായ്.